എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെബിലൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന 12-ലൊക്കെ നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള വീഡിയോ ക്യാമറയാണുള്ളത്. എന്താണ് ഈ ഒരു സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ വരുന്ന മോഡലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടാവും, വളരെ സ്മൂത്തായിട്ട് വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോന് ഷെയ്ക്കില്ലാതെ കിട്ടുന്ന ഫോണുകൾ ഇപ്പം നിലവിൽ ഒരുപാട് ഫോണുകൾ അങ്ങനെ വരുന്നുണ്ട്. ഐഫോണിൽ മാത്രമല്ല, OnePlusഉം അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ കുറച്ച് പ്രൈസ് കൂടിയ മോഡലുകളൊക്കെ ഈ ഒരു സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള സ്റ്റെബിലൈസേഷനാണ് ഇപ്പോൾ നിലവിൽ സ്മാർട്ട് ഫോണിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ്, രണ്ടാമത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്നതാണ് സാധാരണ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് വരുന്ന ക്യാമറ എന്ന് പറയുന്നത്. അതായത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ക്യാമറയായിരിക്കും. അതിൻ്റെ കൂടെ ഒരു പുതിയൊരു സെൻസർ കൂടെ അവർ കൊടുക്കും. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണ് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെൻസർ മനസ്സിലാക്കിയിട്ട് എവിടെയൊക്കെയാണ് ഷെയ്ക്ക് ഉള്ളതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു ക്യാമറ തന്നെ മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ക്യാമറ തന്നെ മൂവ് ചെയ്തിട്ട് നമ്മുടെ ഷെയ്ക്ക് വളരെ കുറയുന്ന ഒരു രീതിയാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഐഫോണിൻ്റെ എക്സിലും അതുപോലെ തന്നെ മുന്തിയ ഫോണുകളൊക്കെ ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും സ്റ്റെബിലൈസേഷൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒട്ടും തന്നെ ഷെയ്ക്കില്ലാതെ നമുക്ക് വീഡിയോയുടെ റിസൾട്ട് തരും. ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ കുറച്ചുകൂടെ വലുതായിരിക്കും. നിങ്ങൾ ഈ ഒരു ക്യാമറ വരുന്ന ഫോണുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ക്യാമറയുടെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിമിൽ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ക്യാമറ തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പം ഹാൻഡ് ഷെയ്ക്ക് ആകുന്നതിനനുസരിച്ച് ആ ഒരു സ്റ്റെബിലൈസ് ആയിട്ട് ഈ ഒരു ക്യാമറയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സെൻസറൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ ക്യാമറ ഫിക്സഡ് ആയിട്ടായിരിക്കും. ഫിക്സഡ് ആയിട്ടെന്ന് പറയുമ്പോൾ ഐഫോൺ 6ൻ്റെ ഒക്കെ പോലെയാണ്. അത് കുറച്ചുകൂടെ ക്വാളിറ്റി, അതായത് ഇത്രത്തോളം നമുക്ക് സ്മൂത്ത്നെസ്സിനായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷന് കിട്ടില്ല. ഈ ഒരു ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്ന ഫോണുകളെന്ന് പറയുന്നത് ഐഫോൺ 6ലാണ്, ഐഫോൺ സീരീസിൽ ഏറ്റവും ഫസ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, അത്രത്തോളം ഈ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വീഡിയോയിൽ കിട്ടില്ല, ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഗൂഗിളിൻ്റെ ഫോണുകളൊക്കെ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ഷെയ്ക്കില്ലാതെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ഐഫോണിൽ ഈ ഒരു 8 അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ ഫോണുകൾക്കും വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന റെഡ്മി അതുപോലത്തെ ഫോണുകൾക്കൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനാണ്. അത് സോഫ്റ്റ്വെയർ വഴിയാണ് ഈ ഒരു സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം സാധാരണ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഫോണിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ആക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് സ്റ്റെബിലൈസേഷനായിട്ട് നമുക്ക് കിട്ടും, അതായത് ഷെയ്ക്കൊക്കെ കുറഞ്ഞിട്ട് ആ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം വരുന്ന റെഡ്മിയിലും. ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു സെൻസർ കൂടെ വെക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഷെയ്ക്ക് വരുന്ന സ്ഥലങ്ങൾ ഈ ഒരു സെൻസർ കണ്ടുപിടിച്ചിട്ട് സോഫ്റ്റ്വെയറായി പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഫോണിൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒപ്റ്റിക്കലിൻ്റെ അത്രയും ക്വാളിറ്റി ഈ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷന് കിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സൂമിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒപ്റ്റിക്കൽ സൂമിംഗ് എന്ന് പറയുന്ന ക്യാമറ കുറച്ച് മുന്നോട്ടേക്ക് വരുവാണ്. അതായത് DSLRൻ്റെ ഒക്കെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഐഫോണിന് 2x ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടിയതുള്ളത്. അപ്പോൾ ആ ഒരു 2x ഇടുന്ന നമുക്ക് 2x സൂം ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റിയും കുറവ് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് പറയുന്നത് അത് ഒപ്റ്റിക് ക്യാമറ കുറച്ച് മുന്നോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ എന്ന് പറയുന്നത്
പിന്നെ വരുന്നത് ഡിജിറ്റൽ സൂമിംഗ് ആണ്. അതായത് ഇമേജ് 2x ഒപ്റ്റിക്കലും ബാക്കി 10 ആണ് വരുന്നതെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഡിജിറ്റൽ സൂമിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിന് ക്വാളിറ്റി കുറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കൂടുതൽ ഒപ്റ്റിക്കൽ സൂമിംഗ് ഉള്ള ഫോണുകൾ വരുന്നുണ്ട്. ഹുവാവേൻ്റെ ഒക്കെ നല്ല 10x ഒക്കെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒപ്റ്റിക്കൽ സൂമിംഗ് വരുന്ന ഫോണുകളുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത് ക്യാമറ മൂവ് ചെയ്യുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സൂമിംഗ് എന്ന് പറയുന്നത് ക്യാമറ മുന്നോട്ടേക്ക് വരികയും ചെയ്ത് ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.